ഹിറാ ഗുഹയിൽ വെച്ചുള്ള ഈ ഇഖ്റ എന്ന് പറയുന്ന ഈ പ്രത്യേകമായ 4-5 വചനങ്ങളുടെ അവതരണത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിന്നെ കുറച്ച് കാലത്തേക്ക് വഹയൊന്നും ഉണ്ടായില്ല. വഹയ് നിലച്ചുപോയി. ഫത്രത്തുൽ വഹയി എന്നാണ് ആ കാലഘട്ടം അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വഹയ് വരാത്തൊരു ഇടവേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതെത്ര കാലം ഉണ്ടായി എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവഗാഹമായ പരിശോധനകളും ഇത് സംബന്ധമായ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചിട്ടുള്ള പണ്ഡിതന്മാര് പറയുന്നത് അമ്മാ മുദ്ദത്തു ഫത്രത്തിൽ വഹി, അവിടത്തേക്ക് വഹി വരാത്തൊരു ഇടവേള ഉണ്ടായതിന്റെ കാലഘട്ടം ഫറവാ ഇബ്നു സഅദ് അൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഇബ്നു സഅദ് എന്ന ചരിത്രകാരൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാ യുഫീദു അന്നഹാ കാനത് അയ്യാമ, ഏതാനും ദിവസങ്ങളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. വഹി വരാതെ ഇഖ്റ ബിസ്മി എന്ന വചനങ്ങൾ അവതരിച്ചതിന്റെ ശേഷം പിന്നീടുള്ള വചനങ്ങൾ അവതരിക്കുന്നതിന്റെ ഇടവേള കുറെ കാലൊന്നും ഉണ്ടായിട്ടില്ല, ഏതാനും ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ചിലര് 10 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 15 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 40 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 6 മാസം എന്ന് പറഞ്ഞവരുണ്ട്, 2.5 കൊല്ലത്തേക്ക് വഹിയൊന്നും വന്നില്ല എന്ന് പറയുന്നവരുണ്ട്, 3 കൊല്ലത്തേക്ക് പിന്നെ വഹിയൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ അഭിപ്രായങ്ങളൊന്നും സഹീഹല്ല. ഈ 2.5 കൊല്ലം 3 കൊല്ലം പറയണമെന്നും ഒരു നിലക്കും സഹീഹായതല്ല. അത്രയൊന്നും ദീർഘമായ കാലഘട്ടം അവിടത്തേക്ക് വഹി വരാതെ നിന്നിട്ടില്ല. പിന്നെയോ അന്നഹാ കാനത്ത് അയ്യാമൻ, ഏതാനും ദിവസങ്ങളെ അങ്ങനെ വഹി വരാത്ത ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ളൂ എന്നാണ്. എത്രത്തോളം ഈ 2.5 കൊല്ലം 3 കൊല്ലം എന്നൊക്കെ അഭിപ്രായം പറയാവുന്ന ആ നിലക്കുള്ള കാര്യങ്ങൾ ബലപ്പെടുത്തുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിനിടയിൽ വല്ലാതെ വിഷമിച്ചു, ദുഃഖിച്ചു. സംഗതി ശരിയാണ്, പ്രവാചകന് വഹി വരാത്ത സന്ദർഭത്തിൽ അവിടത്തേക്ക് മനസ്സിൽ വേദന ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് കാലഘട്ടം നീണ്ടു നിന്നു. പ്രവാചകന്റെ മനസ്സിനെ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയോളം എത്തിച്ചു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് സനദ് ശരിക്കും ചേർത്ത് പറയാവുന്ന നിലക്ക് സ്വഹീഹിന്റെ പദവിയിൽ എത്തിപ്പെടാവുന്ന നിലക്കുള്ള റിപ്പോർട്ടുകളല്ല അതൊന്നും. എത്രത്തോളം അങ്ങനെ പ്രവാചകന്റെ മനസ്സ് വേദനിച്ച് ദുഃഖം മൂത്ത് വഹി വരുന്നില്ലല്ലോ, വഹി നിലച്ചല്ലോ എന്നതോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സങ്കടപ്പെട്ടിട്ട് അവിടുന്ന് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാമലയുടെ പരിസരത്ത് ഇങ്ങനെ പോയി, പർവ്വതത്തിന്റെ മുകളിൽ പോയി നിന്നു എന്നാണ്. എന്തിന്? അവിടെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് വഹിയൊന്നും വരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ മലന്റെ മുകളിൽ നിന്നാണ് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു എന്നാണ്. അങ്ങനെ പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തിയിട്ട് ചാടാൻ ഒരുങ്ങുമ്പോഴൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞു എന്നാണ് നബി തങ്ങളോട്, മുഹമ്മദേ യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖ്ഖാ, മുഹമ്മദ് വിഷമിക്കണ്ട, വേദനിക്കണ്ട, നിശ്ചയം താങ്കൾ സത്യമായും അള്ളാഹുവിന്റെ ദൂതനാണ്. അപ്പൊ നബി തങ്ങൾ ചാടൂല, മാറി നിൽക്കും. പിന്നെയും താഴത്തേക്ക് ഇറങ്ങി വരും. കുറെ കാലത്തിന് പിന്നെയും വഹിയില്ല. നബി തങ്ങൾ പിന്നെയും മലന്റെ മുകളിൽ കയറും ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തി ചാടാൻ ഒരുങ്ങുമ്പോ ജിബ്രീൽ പിന്നെയും പറയും, യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖ്ഖാ, നീ നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്ന് പറയും. ഇപ്പൊ പ്രവാചകൻ ഇറങ്ങിപ്പോയി. ഇങ്ങനെ മിറാറൻ പലതവണ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമം സഹിക്കാതെ പർവ്വത മുകളിൽ പോയി താഴേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അതല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമായ നിലക്ക് ഇടക്കുള്ള സനദിലെ കണ്ണികൾ മുറിയാത്ത നിലക്ക് ആ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അത്തരം റിപ്പോർട്ടുകൾ അസ്വീകാര്യമായ റിപ്പോർട്ടുകളുടെ മേഖലയിലേക്കാണ് അവ തള്ളപ്പെടുന്നത്. മാത്രല്ല അതിൽ പറഞ്ഞ ആശയങ്ങൾക്കും ചില പൊരുത്തക്കേടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചാടാൻ ഒരുങ്ങുക, അത് തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖ്ഖാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഈമാൻ കൊള്ളൂലേ, പിന്നെ വിശ്വസിക്കൂലേ? രണ്ടാമത് പിന്നെയും പോവോ? അപ്പൊ അതൊക്കെ തന്നെ പല കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ ആ ഒരു ആത്മഹത്യാ ശ്രമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്ക് നിരക്കുന്നതല്ല,
ആ സംഭവം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കലും ചിന്തിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, മുർസലായ റിപ്പോർട്ടുകൾ, അതല്ലെങ്കിൽ മുഅല്ലഖായ, അതൊക്കെ സനദുമായി ബന്ധപ്പെട്ട പേരുകളാണ്. മുർസൽ, മുഅല്ലഖ് എന്നൊക്കെ പറയുന്നത് എന്താ? സനദ് ശരിക്ക് മുറിയാത്ത നിലക്ക് വന്നിട്ടില്ല, ഇടക്ക് കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ മുഅല്ലഖായ ആ നിലക്കുള്ള പ്രത്യേകമായി സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥാനത്തേക്ക് ഇതൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് വേദനിച്ചിട്ട് ആത്മഹത്യാശ്രമം നടത്തി എന്നത് സനദ് കൊണ്ടും അതുപോലെ തന്നെ അതിൽ പറയുന്ന ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തിന് നിരക്കാത്തതായതുകൊണ്ടും ആ രൂപത്തിലുള്ള വാദങ്ങൾ ശരിയല്ല, അത് തള്ളപ്പെടേണ്ടതാണ് എന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി അപഗ്രഥനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് ഏതായാലും വിഷമുണ്ടായിട്ടുണ്ട്. അല്പ ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും വഹി തുടർന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെയും വഹി ചൂട് പിടിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, വകാന ദാലിക, അതായത് വഹി കുറച്ചു കാലം നടക്കാതെ, വഹി കുറച്ചു കാലം ഇല്ലാതെ ഒരു ഇടവേള വന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനേറ്റ പേടിയൊന്ന് നീങ്ങാൻ, വീണ്ടും വഹി വന്നെങ്കിൽ എന്ന ആശയും ആഗ്രഹവും അവിടുത്തെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ഒരു ഇടവേള അള്ളാഹു ഉണ്ടാക്കിയത് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ശർഹിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.